സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ CSIR നെറ്റിന് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് എടുക്കാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാ ചാപ്റ്ററും ബൈഹാർട്ട് ആക്കി ഒരേപോലെ പഠിക്കണമെന്നില്ല. നമുക്ക് ഈസിയായി കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്ക് വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഇനോർഗാനിക്, ഫിസിക്കല്, അതിൻ്റെ അകത്ത് വരുന്ന ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് മേടിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറ്റാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ആ കറ്റാലിസിസ് ആണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ഒരു സെക്ഷനാണ് കറ്റാലിസിസ്. എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കറ്റാലിസിസ് നമുക്ക് നോക്കാം. കറ്റാലിസിസ് എന്താണെന്ന്. കറ്റാലിസിസ് എന്താണ്? കാറ്റലിസ്റ്റ് എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ പ്രോപ്പർട്ടിയൊക്കെ എന്താണെന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ കാറ്റലിസ്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹോമോജീനസ് കറ്റാലിസിസ് ആൻഡ് ഹെട്രോജീനസ് കറ്റാലിസിസ്. ഹോമോജീനസ് കറ്റാലിസിസ് ആൻഡ് ഹെട്രോജീനസ് കറ്റാലിസിസ്. ഹെറ്ററോജീനസ് കറ്റാലിസിസ്. ഈ ഹോമോജീനസ് കറ്റാലിസിസ് എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഹോമോജീനസ് കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റും കാറ്റലിസ്റ്റും സെയിം ഫേസിലായിരിക്കും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് കറ്റാലിസിസ്. ഇനി ഹെട്രോജീനസ് കറ്റാലിസിസ് എന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. റിയാക്ടന്റും കാറ്റലിസ്റ്റും എങ്ങനെയായിരിക്കും? ഡിഫറന്റ് ഫേസിലായിരിക്കും. ഇതാണ് ഹോമോജീനസ് കറ്റാലിസിസും ഹെട്രോജീനസ് കറ്റാലിസിസും. ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, രണ്ടും പഠിക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ CSIRന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോമോജീനസ് കറ്റാലിസിസിൽ വരുന്ന എൻസൈം കറ്റാലിസിസ്. ഹോമോജീനസ് കറ്റാലിസിനകത്ത് നമുക്ക് എക്സാമ്പിൾ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെ? ആസിഡ് ബേസ് കറ്റാലിസിസും ഉണ്ട്, അതേപോലെ തന്നെ എൻസൈം കറ്റാലിസിസ് ഉണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആസിഡ് ബേസ് കറ്റാലിസിസ്, അതേപോലെ തന്നെ എൻസൈം കറ്റാലിസിസ്. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എൻസൈം കറ്റാലിസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിന്റെ ഗ്രാഫ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിന് ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എൻസൈം കറ്റാലിസിസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എൻസൈം കറ്റാലിസിസ്. CSIRന് റിപ്പീറ്റഡ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻസൈം കറ്റാലിസിനകത്ത് വരുന്ന മൈക്ലസ് മെന്റൻ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ശ്രദ്ധിച്ചിരുന്ന വളരെ ഭംഗിയായി നമുക്ക് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ എൻസൈം കറ്റാലിസിസ്. നമുക്ക് നോക്കാം എൻസൈം കറ്റാലിസിസ് എന്താണെന്ന്. എൻസൈം കറ്റാലിസിസ് നമുക്ക് അതിന്റെ മെക്കാനിസം നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. മെക്കാനിസം വളരെ സിമ്പിൾ ആണ്, പക്ഷെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് എൻസൈം കറ്റാലിസിസ്. അതിന്റെ മെക്കാനിസം നോക്കാം. മെക്കാനിസം ശ്രദ്ധിച്ചിരിക്കണേ. എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇത് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഇത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇതിന് ആദ്യത്തെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K-1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സംശയമില്ലേ? അടുത്തത്, ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. പ്രോഡക്റ്റ് പ്ലസ് തിരിച്ച എൻസൈമിന് ലാസ്റ്റ് അതേപോലെ കിട്ടും. എൻസൈമിന് അതേപോലെ കിട്ടും. യാതൊരു സംശയമില്ല. ഇവിടെ സംശയം വരാൻ യാതൊരു വകയുമില്ല. കാര്യം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. എൻസൈമിന് ലാസ്റ്റ് അതേപോലെ കിട്ടും. കാറ്റലിസ്റ്റിന് റിയാക്ഷന്റെ ലാസ്റ്റ് എൻഡിൽ അതേപോലെ കിട്ടും. ഇവിടുത്തെ റേറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഞാൻ K2 എന്ന് ഡിനോട്ട് ചെയ്യണം. റേറ്റ് കോൺസ്റ്റന്റ് K2. റേറ്റ് എഴുതുകയാണെങ്കിൽ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇതാണ് റേറ്റ്. ഇതിന് നമുക്ക് ഇതിന്റെ കോൺസെൻട്രേഷൻ അറിയില്ല. എൻസൈം ഇത് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോക്സിമേഷൻ ആണ്
സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ഒന്നുമില്ല, പേര് കേട്ട് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു തരാം. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ഒന്നുമില്ലടാ. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്ന അതേ ടൈമിൽ തന്നെ ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്തു പോകുന്നു? ഡീകമ്പോസ് ചെയ്തു പോകുന്നു. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റർമീഡിയറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കും, വളരെ സ്മാൾ, നെഗ്ലിജിബിൾ ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്ന അതേ മാത്രയിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്തു പോകുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റർമീഡിയറ്റ് ഈസ് ഓൾവേസ് 0. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. ഇതല്ലേ ഇന്റർമീഡിയറ്റ് എൻസൈമും സബ്സ്ട്രേറ്റും റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ഇതല്ലേ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പൊ അതിനല്ലേ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാനുള്ളത്, അതല്ലേ റേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ്. അതിൽ എന്ത് അപ്ലൈ ചെയ്യണം? സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. അപ്ലൈ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ടു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. നമ്മുടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനകത്ത് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അപ്പൊ അതിന്റെ എൻസൈം സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എങ്ങനെ എഴുതും? K1 ഇൻറ്റു ഇതിന്റെ റേറ്റ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം. ഇനി ഈ റിവേഴ്സ് റിയാക്ഷനിൽ ഇത് ഡീകമ്പോസ് ചെയ്ത് പോയല്ലേ, അതുകൊണ്ട് മൈനസ് ഇൻറ്റു റേറ്റ് K-1 റിയാക്ടന്റ് എൻസൈം സബ്സ്ട്രേറ്റ്. ഇത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. എൻസൈം സബ്സ്ട്രേറ്റ് എൻസൈം സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അടുത്ത് ഇതിന്റെ അകത്തുകൊണ്ട് ഇന്റർമീഡിയറ്റ് അവിടെയും ഡീകമ്പോസ് ചെയ്താണ്, അതുകൊണ്ട് മൈനസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് ആർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ്. ഇവിടത്തെ ഇന്റർമീഡിയറ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ കൊടുത്തു. ഒന്നുമില്ല, സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റർമീഡിയറ്റ് ഈസ് ഓൾവേസ് 0. അത്രേ ഉള്ളൂ. അത് അപ്ലൈ ചെയ്തു. ഇനി ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്റർമീഡിയറ്റിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഈയുടെ കോൺസെൻട്രേഷൻ, ഈ എന്ന് പറഞ്ഞാൽ എൻസൈം റിയാക്ട് ചെയ്തതിന് ശേഷം അവിടെ റിമൈൻ ചെയ്യുന്ന എൻസൈം, അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇനിഷ്യലി എത്ര എൻസൈം ഉണ്ട്, എൻസൈമിന്റെ കോൺസെൻട്രേഷൻ, ഇനിഷ്യലി ഉള്ള എൻസൈമിന്റെ കോൺസെൻട്രേഷൻ E0. അതെന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്ത എൻസൈം, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിരിക്കൂലേ, അതിന്റെ കോൺസെൻട്രേഷൻ പ്ലസ് റിമൈൻ ചെയ്യുന്ന എൻസൈമിന്റെ കോൺസെൻട്രേഷൻ ഇതായിരിക്കൂലേ. E0 is equal to concentration of ES plus concentration of E. ഇതായിരിക്കും. അതായത് ഇത് ഇനിഷ്യൽ എൻസൈം കോൺസെൻട്രേഷൻ, ഇത് എൻസൈം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ, ഇത് എൻസൈമിന്റെ കോൺസെൻട്രേഷൻ. ഇതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് ഈ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ആ ഒരു ടൈം ഉണ്ട്, അതിന് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത്. ഇനിഷ്യലി ഉള്ള എൻസൈമിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സമ്മാണ്. ആരുടെയൊക്കെ? ഒന്ന് എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ഫോം ചെയ്ത കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെയും പിന്നെ അവിടെ റിയാക്ട് ചെയ്യാത്ത എൻസൈമിന്റെയും സമ്മായിരിക്കും. ഇതിൽ ഈയുടെ ഇക്വേഷൻ വേഗം പറ. E0 മൈനസ് ES ഇതായിരിക്കും ഈയുടെ ഇക്വേഷൻ. നമ്മൾ ഈ ഈയുടെ ഇക്വേഷൻ എടുത്ത് നമ്മൾ ഇതിന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈയുടെ ടൈം എടുത്ത് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഹോൾ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം E0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ബ്രാക്കറ്റ്. ഈ ടേം ഇക്ക് പകരം കൊടുത്തു, ബാക്കി അതേപോലെ എഴുതാം. മൈനസ് K-1 കോൺസെൻട്രേഷൻ ഓഫ് ES മൈനസ് K2 കോൺസെൻട്രേഷൻ ഓഫ് ES ഈസ് ഈക്വൽ ടു 0. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ടൈമും ഇതാണ് വരും. ഇക്ക് മാത്രം ഈ ഒരു ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. K-1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുകൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES. ബാക്കി ഇത് രണ്ടും അതേപോലെ. മൈനസ് K-1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES
minus K2 into concentration of ES is equal to 0. ഇതിന് നമുക്ക് ES-നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. കാര്യം റേറ്റിനകത്ത് ES ഉണ്ട്, ഇന്റർമീഡിയറ്റ്. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെ വരും? ഇതിനെ എത്രയും അപ്പുറം കൊണ്ടുപോകും. ഞാൻ ഒറ്റ സ്റ്റെപ്പ് എഴുതുവാണ്. കോൺസെൻട്രേഷൻ ഓഫ് ES എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ES എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് എല്ലാം ഈക്വലിന് അപ്പുറം പോകും. അപ്പൊ എന്ത് വരും? ES എന്ന് പറഞ്ഞാൽ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0. ഇത് ഇതേപോലെ ഇവിടെ കാണും. ഇതെല്ലാം അപ്പുറം പോകും. എന്നിട്ട് അതിനകത്ത് ES-നെ കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം അതിന് താഴെ വരും, ഡിനോമിനേറ്റർ വരും. മൈനസ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ് K-1 പ്ലസ് K2. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ കിട്ടും. ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിൽ ചെയ്ത് നോക്കണം. ഇങ്ങനെ കിട്ടും. ഇതിന് ES-ന്റെ കോൺസെൻട്രേഷൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പൊ എങ്ങനെ വരും? ES-ന്റെ കോൺസെൻട്രേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R is equal to rate K2 into concentration of ES. K2 is equal to ES എന്ന് പറയുന്നത് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. K1 into concentration of S into concentration of E0 divided by എന്ത് വരും? K1 into concentration of S plus K-1 plus K2. സംശയമുണ്ടോ? അതേപോലെ വരും. ഇനി അടുത്തത്, ഇതില് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇവിടെ നമ്മളൊരു ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും K1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും K1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ K1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? R is equal to ന്യൂമറേറ്റർ K1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ K1 അങ്ങ് പോകും. അപ്പൊ എന്ത് വരും? K2 ഇൻറ്റു, ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുന്നു, K2 ഇൻറ്റു E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡഡ് ബൈ K1 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? കോൺസെൻട്രേഷൻ, ഈ K1 അങ്ങ് പോകും. അപ്പൊ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് S പ്ലസ്, ബാക്കി ഇതിന്റെ രണ്ടിനെ K1 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ, K-1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ എന്ത് വരും? K1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ഈ ഒരു കോൺസ്റ്റന്റ്, ഇതെല്ലാം കോൺസ്റ്റന്റ് അല്ലേ, ഈ കോൺസ്റ്റന്റിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് ഞാൻ വേറൊരു കോൺസ്റ്റന്റ് ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R is equal to K2 into concentration of E0 into concentration of S divided by ഇതിനെല്ലാത്തിനെയും കൂടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Km എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Km പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് S. എന്താണ് Km എന്ന് പറഞ്ഞാൽ? വേർ Km is equal to K-1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ K1. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. R is equal to K2 into concentration of E0 into concentration of S divided by Km plus concentration of S. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടുന്ന ഫൈനൽ ഇക്വേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് മൈക്ലാസ് മെന്റൻ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ്. മൈക്ലാസ് മെന്റൻ ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മൈക്ലാസ് മെന്റൻ ഇക്വേഷൻ. എൻസൈം കറ്റാലിസിന്റെ റേറ്റിന്റെ ഇക്വേഷൻ R is equal to K2 into E0 into S by Km plus concentration of substrate. ഇതാണ് മൈക്ലാസ് മെന്റൻ ഇക്വേഷൻ. Km നെ വിളിക്കുന്ന പേരാണ് മൈക്ലാസ് കോൺസ്റ്റന്റ്. Km ന്റെ ഇത് ഓർത്ത് വെച്ചിരിക്കണം. K-1 എക്സ്പ്രഷൻ K-1 plus K2 divided by K1. ഇതാണ് മൈക്ലാസ് മെന്റൻ ഇക്വേഷൻ. R is equal to K2 into concentration of E0 into concentration of substrate divided by Km plus substrate. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോ കേസ് എഴുതണം. കേസ് 1, അതായത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോഴൊക്കെ ഉള്ള കേസ്. ഇനി അടുത്തത് നോക്കാം. കേസ് മൈക്ലാസ് മെന്റൻ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. R is equal to K2 into concentration of E0 into concentration of substrate divided by Km plus concentration of S. ഓരോ കേസ് പഠിക്കണം. ഇതിൽ ഫസ്റ്റ്
ഫസ്റ്റ് കേസ് പറയുകയാണ്. ഫസ്റ്റ് കേസ് അറ്റ് ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വെരി ലോ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള Km വെരി വെരി ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മൈക്ലോസ് മെന്റൻ ഇക്വേഷൻ എങ്ങനെ മാറും? R ഈസ് ഈക്വൽ ടു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വേണ്ട, നെഗ്ലിജിബിൾ ആണ്. K2 into concentration of E0 divided by concentration of S divided by Km എന്ന് വരും. സബ്സ്ട്രേറ്റ് വേണ്ട. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയായിരിക്കും? സബ്സ്ട്രേറ്റിന്റെ പവർ 1 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. അറ്റ് ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഓർഡർ ഏതായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇനി അടുത്ത ഇതേപോലെ തന്നെ സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ്, കേസ് എന്തായിരിക്കും? അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. അറ്റ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇക്വേഷൻ എങ്ങനെ മാറും? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ Km വെരി വെരി ലെസ് ദാൻ ആയിരിക്കും. വെരി വെരി ലെസ് ദാൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. എന്തായിട്ട് മാറും? ഇക്വേഷൻ മൈക്ലോസ് മെന്റൻ ഇക്വേഷൻ വേഗം പറ. R ഈസ് ഈക്വൽ ടു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഹൈ K2 into concentration of E0 into concentration of substrate divided by Km. Km വേണോ? Km വേണ്ട. സബ്സ്ട്രേറ്റ് കട്ട്, ഇതും കട്ട് ചെയ്ത് പോയി. R ഈസ് ഈക്വൽ ടു K2 into concentration of E0. ഇതാണ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടത്തെ ഏത് ഓർഡർ വരും? ഇവിടത്തെ ഓർഡർ ഏതായിരിക്കും? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഓർഡർ എന്തായിരിക്കും? സീറോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതായത് ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലെ ഫസ്റ്റ് ഓർഡറും ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലെ സീറോ ഓർഡറും ആയിരിക്കും റിയാക്ഷൻ. ഇനി ഇവിടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഹൈ അല്ലേ? ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലെ റേറ്റ് ആയിരിക്കും മാക്സിമം റേറ്റ്. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എങ്ങനെ ഇരിക്കും? മാക്സിമം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Vmax. Substrate concentration at a high concentration is the maximum rate, that is denoted by Vmax, and the equation is Vmax is equal to K2 into E0. ഇതാണ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലുള്ള ഇക്വേഷൻ. ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ Vmax is equal to K2 into E0. ഓർഡർ സീറോ ഓർഡർ. ഇനി അടുത്ത ഒരു കേസും കൂടി പഠിക്കാറുണ്ട്. കേസ് 3, തേർഡ് കേസ്. ഇനി അടുത്ത് തേർഡ് കേസ്. ഇനി ഇത് രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. Km കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റും Km is equal to എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. അതായത് R is equal to, ഇക്വേഷൻ എങ്ങനെ മാറും? R is equal to K2 into concentration of E0 into concentration of substrate. ഇത് രണ്ടും കൂടി ഈക്വൽ ആവുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 into concentration of substrate എഴുതാമോ? ഇതും സബ്സ്ട്രേറ്റ്, ഇതും സബ്സ്ട്രേറ്റ്. അപ്പൊ 2 into concentration of substrate. ഇനി അതേപോലെ തന്നെ ഇതിനെ എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. K2 into E0. അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? K2 into E0 നേരത്തെ പഠിച്ചതേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉള്ളത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Vmax. ദാ കിടക്കുന്നു അറിഞ്ഞുകൂടെങ്കിൽ. Vmax is equal to K2 into E0 divided by 2. അപ്പൊ Vmaxന്റെ പകുതി ആയിരിക്കും റേറ്റ്. എപ്പോഴും മൈക്ലോസ് മെന്റൻ കോൺസ്റ്റന്റും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും ഈക്വൽ ആകുമ്പോൾ റേറ്റ് എങ്ങനെയായിരിക്കും? മാക്സിമം റേറ്റിന്റെ പകുതി ആയിരിക്കും. അപ്പൊ എന്താണ് മൈക്ലോസ് മെന്റൻ കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ റേറ്റ് പകുതിയാകുന്ന, ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ റേറ്റ് പകുതിയാകുമ്പോൾ ഉണ്ടാകുന്ന സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് മൈക്ലോസ് കോൺസ്റ്റന്റ്. ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ റേറ്റിന്റെ പകുതി, മാക്സിമം റേറ്റിന്റെ പകുതി ആകുമ്പോൾ ഉണ്ടാകുന്ന സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ആണെന്ത്? മൈക്ലോസ് കോൺസ്റ്റന്റ്. നമ്മൾ ഗ്രാഫിലൂടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതാ സിമ്പിൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് വരയ്ക്കുന്നു. എങ്ങനെ വരയ്ക്കും? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ പകുതിയാകുന്നു. ഇത് മനസ്സിലായില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞുതരാം. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ലോ ആകുന്നു. ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഏത് ഓർഡർ? ലോ കേസ് 1 പഠിച്ചായിരുന്നു. ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഫസ്റ്റ് ഓർഡർ. ഇതാ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ ഫസ്റ്റ് ഓർഡർ. ഇനി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഹൈ ആവുന്നു. അറ്റ് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഏത് ഓർഡർ? സീറോ ഓർഡർ. ഇതാ ഇങ്ങനെ പോകും. ഇത് ലോ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും.
ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ ഫസ്റ്റ് ഓർഡർ, ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ സീറോ ഓർഡർ. ഇനി ഇതല്ലേ മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ, മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതല്ലേ വി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ്. ഇനി ഇത് മാക്സിമം റേറ്റ്, ഇത് വി മാക്സിന്റെ പകുതി ഏകദേശം ഇവിടെ വരും. വി മാക്സ് ഡിവൈഡഡ് ബൈ 2, വി മാക്സ് ബൈ 2, മാക്സിമം കോൺസെൻട്രേഷന്റെ പകുതി, മാക്സിമം റേറ്റിന്റെ പകുതി ആകുമ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് മൈക്ലസ് കോൺസ്റ്റന്റ്. മാക്സിമം റേറ്റിന്റെ പകുതി ആകുമ്പോൾ ഉള്ള എന്തിന്റെ കോൺസെൻട്രേഷൻ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. ഇതായിരിക്കും എന്ത്? മൈക്ലസ് കോൺസ്റ്റന്റ്. സിമ്പിൾ. ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. മാക്സിമം റേറ്റിന്റെ പകുതി ഏകദേശം ഇവിടെ വരും. മാക്സിമം റേറ്റിന്റെ പകുതി ആകുമ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ വിളിക്കുന്ന പേരാണ് മൈക്ലസ് കോൺസ്റ്റന്റ്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഈ മൂന്ന് കേസും ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മൈക്ലസ് മെന്റൻ ഇക്വേഷൻ. അതിന്റെ മൂന്ന് കേസ് ഓർത്ത് വെച്ചിരിക്കണം. ഈ ഒരു ഗ്രാഫിന്റെ പ്രത്യേകത, ഈ ഒരു ഗ്രാഫിന്റെ ഒരു ഡിമെറിറ്റ് ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് മൈക്ലസ് കോൺസ്റ്റന്റ് വി മാക്സ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ റെസിപ്രോക്കൽ പ്ലോട്ട് എടുക്കും. അതായത് ആറിന്റെയും എസിന്റെയും റെസിപ്രോക്കൽ വെച്ചുകൊണ്ട് പ്ലോട്ട് വരയ്ക്കും. അതിനാണ് ലൈൻ വ്യൂവർ ബുർക്ക് പ്ലോട്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്ലോട്ട് എന്ന് വിളിക്കും. റെസിപ്രോക്കൽ പ്ലോട്ട് അത് വരയ്ക്കാൻ പോവുകയാണ്. 1/r 1/s വെച്ചുകൊണ്ട് പ്ലോട്ട്. 1/r ഏതൊക്കെ വെച്ച് പ്ലോട്ട് ചെയ്യണം? 1/r വേഴ്സസ് 1/s, ലൈൻ വ്യൂവർ ബുർക്ക് പ്ലോട്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്ലോട്ട്. അതിനെ വിളിക്കുന്ന പോലെ ലൈൻ വ്യൂവർ ബുർക്ക് പ്ലോട്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്ലോട്ട്. അതാണ് വരയ്ക്കാൻ പോണത്. നേരത്തെ വരച്ച പ്ലോട്ട് ഏതായിരുന്നു? ആർ എഗൻസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആയിരുന്നു. ഇത് വെച്ചുകൊണ്ട് നമുക്ക് വി മാക്സ് മൈക്ലസ് മെന്റൻ കോൺസ്റ്റന്റ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലോട്ടാണ് ഇത് 1/r അഗൻസ്റ്റ് 1/s വെച്ചുകൊണ്ടുള്ള പ്ലോട്ട്. 1/r അഗൻസ്റ്റ് 1/s വെച്ചുകൊണ്ടുള്ള പ്ലോട്ട്. ഇത് വെച്ച് നമുക്ക് വരയ്ക്കണം. 1/r അഗൻസ്റ്റ് 1/s എങ്ങനെ കിട്ടുമെന്ന് നോക്കണം. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/r is equal to km. അതിന് മുന്നേ ഇവിടെ ഈ k2 into E0 അതിനെ നമുക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷനാ. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? k2 into E0, വി മാക്സ് എന്ന് എഴുതി കൂടെ? k2 into E0, വി മാക്സ് into കോൺസെൻട്രേഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ km പ്ലസ് എസ്. ഇതിനെ ഞാൻ ഷോർട്ട് ആക്കി, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വി മാക്സ് എന്ന് എഴുതി. ബാക്കി അതേപോലെ ഇനി പറയും 1/r is equal, ഈ ഇക്വേഷനെ തിരിച്ച് മാറ്റി എഴുതാം. 1/r is equal to ഇതങ്ങ് റെസിപ്രോക്കൽ ആക്കി എഴുതും. km പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്. സംശയമില്ലേ? ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇസിക്കൽ ടു km ഡിവൈഡഡ് ബൈ വി മാക്സ് ഇൻറ്റു 1/s. സംശയമുണ്ടോ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. പ്ലസ് ഇതിനെ സ്പ്ലിറ്റ് എഴുതുമ്പോൾ ഈ എസും ഈ കോൺസെൻട്രേഷൻ ഓഫ് എസും ഈ രണ്ട് എസും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എന്ത് വരും? 1/Vmax എന്ന് വരും. 1/Vmax. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? 1/r is equal to km ഡിവൈഡഡ് ബൈ Vmax. km ഡിവൈഡഡ് ബൈ Vmax ഇൻറ്റു 1/s പ്ലസ് 1/Vmax എന്ന് വരും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷന്റെ ഫോമിലെ y is equal to mx plus c എന്ന് പറയുന്ന ഫോമിലെ y ആരൊക്കെ തമ്മിലുള്ള പ്ലോട്ടാണ്? y ദ x. 1/r അഗൻസ്റ്റ് 1/s വരയ്ക്കുമ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടുന്നത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് വരും? km ഡിവൈഡഡ് ബൈ Vmax എന്ന് വരും. സ്ലോപ്പ് കിട്ടി. സംശയമുണ്ടോ? ഇനി y ഇന്റർസെപ്റ്റ് എന്ത് കിട്ടും? y ഇന്റർസെപ്റ്റ് എന്ത് കിട്ടും? y ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 1/Vmax എന്ന് കിട്ടും. ഒന്നുമില്ല, ഇത് മൈക്ലസ് മെന്റൻ ഇക്വേഷന്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. 1/r അഗൻസ്റ്റ് എന്ത് പ്ലോട്ട് ചെയ്യുന്നു? 1/r അഗൻസ്റ്റ് 1/s പ്ലോട്ട് ചെയ്യുന്നു. 1/r അഗൻസ്റ്റ് 1/s പ്ലോട്ട് ചെയ്യുന്നു. വളരെ സിമ്പിൾ. റെസിപ്രോക്കൽ പ്ലോട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. 1/r അഗൻസ്റ്റ് 1/s. ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എന്ത് കിട്ടുന്നത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. km by Vmax.
km ഡിവൈഡഡ് ബൈ വി മാക്സ്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതാ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിന്റെ അകത്ത് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ. കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ മൈക്ലസ് മെന്റൻ ഇക്വേഷനകത്ത് നിന്ന് ഡിറൈവ് ചെയ്യാം. ഇനി y ഇന്റർസെപ്റ്റ് എന്ത് കിട്ടും? y ഇന്റർസെപ്റ്റ് 1 v max കിട്ടും. സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 1 v max കിട്ടും. 1/r against 1/s. സ്ലോപ്പ് km v max, y ഇന്റർസെപ്റ്റ് 1 v max. ഇനി ഇതിങ്ങോട്ട് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ ഇത് ഇവിടെ വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ -1/km ആണ്. അത് ചോദിച്ചിട്ടില്ല, ഓർത്ത് വെച്ചിരിക്കണം. -1/km ആണ്. -1/km ആണ്. ഇതാണ് ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട് എന്ന് പറയുന്നത്. ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട്. ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഡബിൾ റെസിപ്രോക്കൽ പ്ലോട്ട്. ഇത് സ്ലോപ്പ് വളരെ ഇമ്പോർട്ടന്റ്, y ഇന്റർസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്. ഇക്വേഷൻ മൈക്ലസ് മെന്റൻ ഇക്വേഷൻ, അതേപോലെ തന്നെ വി മാക്സിന്റെ ഇക്വേഷൻ, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് വളരെ ഭംഗിയായി മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി ഇതിന്റെ അടുത്ത വീഡിയോയിൽ കാണാം.